ലേറ്റസ്റ്റ് ട്രെൻഡിങ് വീഡിയോ ആണ് ഇത്. സ്റ്റാർസുമായിട്ട് സെൽഫി എടുക്കുക അവരുടെ ലൊക്കേഷനിൽ വെച്ച്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടി ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് റൈറ്റ് എനിത്തിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിലോട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഫുൾ സൈസ് ക്ലിയർ ഇമേജ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടുള്ളത്. അതിനുശേഷം ഡിസ്ക്രൈബ് യുവർ ഇമേജിനകത്ത് ചെയ്തെടുക്കാനുള്ള വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട പ്രോംപ്റ്റ് കൊടുക്കുക. ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. അതിനുശേഷം അത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സെലിബ്രിറ്റിയുടെ സ്ഥാനത്ത് നമുക്കിഷ്ടമുള്ള ആരുടെ കൂടെ നിൽക്കേണ്ട ഫോട്ടോയാണോ വേണ്ടത് ആ സെലിബ്രിറ്റിയുടെ നമുക്ക് പേരടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ താനോസാണ് ചെയ്തേക്കുന്നത്. പിന്നെ സെറ്റ് ലൊക്കേഷൻ. ആ ലൊക്കേഷൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് മൂവി ആ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട മൂവി ലൊക്കേഷൻ അടിച്ചു കൊടുക്കാവുന്നതാണ്. അവഞ്ചേഴ്സ് മൂവി ലൊക്കേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തല്ലോ, അതിനുശേഷം നമുക്ക് ആ സെൻഡ് ബട്ടണിൽ കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പിക്ചറൊക്കെ ഡൗൺലോഡായിട്ട് വരും. നമ്മൾ കൊടുത്ത പിക്ചർ നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ കൊടുത്ത ആരാണോ അവരുമായിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇതേ കണക്ക് തന്നെ നമുക്ക് ആരുടെ കൂടെയൊക്കെ നിൽക്കണം എന്നുള്ള വേണോ ആ ഫോട്ടോ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ അത് ജെമിനി ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ കയറി ഗൂഗിൾ ഫ്ലോസ് എന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. അതിൽ വരുന്ന പേജിൽ ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ആ ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ളത് നമ്മൾ മാറ്റി ഫ്രെയിംസ് ടു വീഡിയോ ആക്കി മാറ്റുക. അതിനുശേഷം ആ പ്ലസ് ബട്ടൺ അമർത്തുക. ഇതിലോട്ട് നമ്മൾ സ്റ്റാർസുമായിട്ട് ജെമിനി വഴി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പിക്ചറിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ക്രോപ്പ് ആൻഡ് സേവ് എന്നിങ്ങനെ വരും. അത് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് പ്ലസ് ബട്ടണിൽ ഇതേപോലെ അടുത്ത ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് ആൻഡ് സേവ് കൊടുക്കുക. അതിനുശേഷം അവിടെ നമ്മുടെ ജനറേറ്റീവ് വീഡിയോ എന്ന് കൊടുത്തത് അടുത്ത പ്രോംപ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ കൊടുത്ത പ്രോംപ്റ്റ് അല്ല. ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലോട്ട് പോകുന്ന പ്രോംപ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രോംപ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ശരിയായിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്ലേ ബട്ടൺ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഇമേജസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2, 3, 4 ഒക്കെ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ സൈസ് 720 കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗാലറിയിലോട്ട് സേവായി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഇമേജസ് വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുത്തത്. 3, 4 ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലസ് ബട്ടണിൽ നമ്മളൊരു ഇമേജ് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്ലസ് ബട്ടണിൽ നമ്മൾ രണ്ടാമത്തെ ഇമേജ് ആയിരിക്കുമല്ലോ ആഡ് ചെയ്യുന്നത്. ആ ഇമേജ് തന്നെ ആയിരിക്കണം മൂന്നാമത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇമേജ് ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് ഇമേജ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഏതാണോ അവസാന ഇമേജ് കൊടുക്കുന്നത് അതായിരിക്കണം ഫസ്റ്റ് ഇമേജ് ആയിട്ട് തുടരേണ്ടത്. എങ്കിൽ മാത്രമേ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ കാണത്തുള്ളൂ. ഏതെങ്കിലും ആപ്പ് വഴി നമുക്ക് ഈ 2 ഫോട്ടോസ് തമ്മിലുള്ള വീഡിയോസ് നമുക്ക് മെർജ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.